ഇന്നേ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടേനെ. അപ്പം ആദ്യം വിചാരിച്ച് എന്താ ഇപ്പം ഇതും കൊണ്ട് ഉണ്ടാക്കുക. ഇതാണെങ്കിലോ ചെറിയ ചുളയാണ് കേട്ടോ. എന്തുണ്ടാക്കുകയാണെങ്കിലും നല്ല മെനക്കെടണം. അങ്ങനെ കുറച്ച് സമയം മെനക്കെട്ടാലും വേണ്ടില്ല ചക്ക പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും 4 മണിക്ക് എന്തെങ്കിലും ഒരു ചായക്കടി വേണ്ടേ, എന്നാൽ പിന്നെ ഇന്ന് ചക്ക പൊരി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക പൊരി ഉണ്ടാക്കുന്നത്. കിട്ടിയതൊക്കെ പഴുത്ത ചക്കേനെ കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് അട അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. ചക്കപ്പൊരി ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ എന്നാൽ ചക്കപ്പൊരിക്ക് ഒരു ചായയും കൂടിയാണ് ആവാം. അങ്ങനെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയെടുത്തിക്കണ്. കൂട്ടിനൊരു കുഞ്ഞു മഴയും കൂടി പുറത്തിങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പ്രശ്നം. ക്യാമറയ്ക്കാണ് നോക്കിയത്, ഗ്ലാസ്സിലേക്ക് നോക്കിയില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടൻ ചായയും റെഡിയായി, നമ്മുടെ ചക്ക പൊരിച്ചതും റെഡി. അപ്പം ഇനി ഒരു ചായ തട്ടിയാലോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുക്കുവാൻ ഇവിടെ ഇരുന്ന് ചൂണ്ടക്കുളത്തൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തൊരു മീൻപിടുത്തമുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. ഞാനാണെങ്കിൽ അതെന്താ സാധനം ഇതെന്താ സാധനം എന്നൊക്കെ ചോദിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ജനക്കൂട്ടൻ ഇവിടെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ജനൽമ കൂടെ കയറി പോവുകയാണേ. എന്നിട്ട് അതിന് ഞാൻ അയക്കൂലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് സോപ്പിട്ട് എനിക്ക് 1-2 ഉമ്മിയും. അങ്ങനെ ജനൽമ കയറാനും അയക്കാത്ത വിഷമത്തിന് ഇതാ ഇവിടെ ഒരാൾ വിഷമിച്ച് ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.